നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? എന്ത് ഒരു സന്തോഷം കാണുന്നില്ല, മിണ്ടില്ലേ? മസിൽ പിടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ മസിലൊന്നും പിടിച്ചിരിക്കണ്ട. നമ്മളിപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കില്ലേ? അത് ചോദിക്കണം, എങ്കിലല്ലേ നമുക്ക് ആളുകളെ പരിചയപ്പെടാൻ പറ്റൂ. പരിചയപ്പെടണ്ടേ? വേണം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. അപ്പം ഈ മനുഷ്യനും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊല്ലപ്പെടുത്തുമുണ്ട്. മനുഷ്യനും തമ്മിലുള്ള അകലം എത്ര കിലോമീറ്റർ വരും? അതാ 2 സെൻറ്റിമീറ്ററാണ്. ഇത് ഒരു ചിരി, നമ്മൾ മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനുമുള്ള അകലം അങ്ങ് പോകും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ മസിലും പിടിച്ചിരുന്ന ഇരിക്കാനേ ഉള്ളൂ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ട്രെയിനിൽ ഒരു സീറ്റിൽ ഇങ്ങനെ തോളോരുമി തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നാലും ആ ദൂരം കൂടിയല്ലായിരിക്കും. ഇപ്പോൾ യുഗാന്തരങ്ങളുടെ അകലം കാണും രണ്ടുപേരും തമ്മിൽ. അങ്ങനെ അടുത്ത് ചേർന്ന് നമ്മളെ ഷോൾഡർ തട്ടിയിരുന്നാൽ പോലും ആരും മിണ്ടില്ല. വെറുതെ നമ്മൾ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു ചിരി, അവിടെ നിന്ന് എന്തായാലും ഒരു ചിരി കിട്ടും. ചിരി കിട്ടിയില്ലെങ്കിൽ അവരെന്തോ വലിയ കടുപ്പത്തിലാണെന്ന് മനസ്സിലായിക്കോളും. ചിലപ്പോൾ കഴിയുമ്പോൾ അതങ്ങ് മാറും. അപ്പം അങ്ങനെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ പരസ്പരം സംസാരിച്ചാൽ നമുക്കറിയാൻ പറ്റും ആരാണ്, എന്താണ്, എവിടെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റും. അതൊരു നല്ല സൗഹൃദമായിട്ട് തരും. ചിലപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ കാസർഗോഡുകാരനായിരിക്കും. അപ്പോൾ എനിക്ക് കാസർഗോഡ് വലിയ പരിചയമൊന്നും കാണില്ല. എന്നാൽ തിരുവനന്തപുരം എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇതേമായിട്ട് നമ്മളൊരു പരിചയം, ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴെങ്കിലും ഒരു കാസർഗോഡ് യാത്ര അവിടെ ചെന്ന് പെട്ടു എന്ന് വെച്ചു, നമ്മൾ അന്വേഷിച്ച് പോയ സ്ഥലം നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഈ സ്ഥലം ഏതാണ്, എന്താണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം നമ്മളെ കൂടെ വരും, വന്നതെല്ലാം പറഞ്ഞു തരും. നമുക്ക് അതൊരു വലിയ സൗകര്യമല്ലേ. അതുമല്ല, മനുഷ്യനും തമ്മിൽ ഇതുപോലെ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതല്ലേ ഈ ലോകത്ത് നല്ലത്. ഇപ്പം പരസ്പരം സംസാരിക്കാതിരിക്കുക, കണ്ടാലുണ്ടായിരിക്കും, വലിച്ചു കയറ്റിക്കൊണ്ട് പോവുക, ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് എന്താ അർത്ഥം? അതുകൊണ്ട് കഴിയുന്നതും നമ്മളെപ്പോഴും ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ വേണം. ഇപ്പം എല്ലാവരെയും അത്ര പെട്ടെന്ന് പരിചയപ്പെട്ടെന്ന് വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചിലർ നമ്മളിങ്ങനെ കണ്ട് ചിരിച്ച ഉടനെ ചിരിക്കണമെന്നില്ല. ചിലർ പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ യാത്ര എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഞാൻ ആലോചിക്കുന്ന വിഷയങ്ങളും ആയിരിക്കില്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്നത്. അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ അവർക്കതൊരു ശല്യപ്പെടുത്തൽ പോലെ തോന്നിയാലോ, അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളിനെ കണ്ട ഉടനെ ഞാൻ എന്താ ചിരിച്ചു, ചിരി എന്ന് പറയാൻ പറ്റും? അല്ല, ചിരിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പം ആളിൻ്റെ സൗകര്യവും അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഒരാളിനെ കാണുമ്പോൾ അറിയാൻ പറ്റില്ല. ആൾ വിഷമത്തിലാണ്, ദേഷ്യത്തിലാണ്, അല്ല വളരെ സന്തോഷത്തിലാണ്. ഇനി വളരെ സന്തോഷമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇനി മറ്റുള്ളവരുടെയൊക്കെ അയാളുടെ കൂടെ ഇരിക്കുന്നവരുടെയൊക്കെ വളരെ സന്തോഷമായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോടൊപ്പം അങ്ങനെ ചിരിക്കണമെന്നില്ല. കാര്യം എന്താണ്? നമ്മളെ പരിചയമില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവരെ എങ്ങനെ നോക്കി
അവരെ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തികളെന്നൊക്കെ ഒന്ന് കണ്ട് അല്പസമയവും കൊടുത്ത് ഒരുവിധം അവരെ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്, ഒരു ബസ്സിൽ കയറി ഒരു സീറ്റിൽ രണ്ടുപേരും ഒന്നിരുന്നു. ഇരുന്ന ഉടനെ എവിടെ ചോദിച്ചാരെങ്കിലും പറയൂ? ഇല്ല. ഒരു സ്ഥലം ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കാം, എന്നിട്ടൊന്ന് ചിരിക്കുക, എന്നിട്ട് കുറച്ച് നേരം മിണ്ടായിരിക്കുക, എന്നിട്ട് വീണ്ടും നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാം, പേരെന്താണ്, എവിടെ പോവുകയാണ്, ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്നടത്തുനിന്ന് വരെയാണ്. അപ്പം നമ്മളെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം, ആരാണ് എന്താണ്. നമ്മൾ വലിയ ക്രൂരനല്ല, വില്ലനല്ല എന്നൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിലല്ലേ അവർ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ മനുഷ്യർ സംസാരിക്കണം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവികരെന്നൊക്കെ പറയണം, മനസ്സിലായില്ലേ, അങ്ങ് മരത്തിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു. അവർക്കൊന്നും സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നു. സംസാരിക്കാനുള്ള കഴിവുള്ളത് നമുക്ക് മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ അവന് കിട്ടിയ ആ കഴിവ് ഉപയോഗിക്കണ്ടേ? സംസാരിക്കണമെന്നേ, കാര്യങ്ങൾ സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങൾ പറയണം. അങ്ങനെയല്ലേ ഈ സമൂഹം വളർന്നു വന്നത്. നമ്മൾ മിണ്ടാതിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ ലോകം ഉണ്ടാവൂ? ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടാവൂ? ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാവുന്ന ഭാഷയിൽ സംസാരിക്കും. ഇപ്പം നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്കുള്ളൊരു ഭാഷ ഉണ്ടല്ലോ, ഏത്? അക്ഷരങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ശബ്ദങ്ങളും അതുപോലെ തന്നെ ആംഗ്യങ്ങളും കാണിച്ചുള്ള ഭാഷ. അതിലാണല്ലോ തുടക്കം. അപ്പോൾ കണ്ണുകൊണ്ട് സംസാരിക്കും, അതുപോലെ ആംഗ്യം കൊണ്ട്, കൈ കൊണ്ട് സംസാരിക്കും. കൈ കൊണ്ട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഷയല്ല. അങ്ങനെ ഓരോന്ന് ചോദിക്കും, ഇപ്പോൾ എന്തെങ്കിലും തരുമോ, വെള്ളം തരുമോ, അത് തരും, ഇത് തരും, കൈ കൊണ്ട് കഴിക്കും. അപ്പം അതൊക്കെ കടന്ന് നമ്മൾ ശബ്ദങ്ങൾ കഴിഞ്ഞ് അക്ഷരങ്ങളിലേക്ക് എത്തി. ഓരോരുത്തർക്കും ഓരോ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ പിന്നെ നമ്മൾ പല ഭാഷകളെന്ന് പറയുന്നത്, പലർക്കും പല ഭാഷകളാണ്. ഇപ്പം മലയാളിക്ക് മലയാളം, നമ്മൾ നേരെ കർണാടകത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ അത് കന്നഡ ഭാഷയായി, തമിഴ്നാട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ അത് തമിഴ് ഭാഷയായി, അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഭാഷയുണ്ടല്ലോ, അവരുടെ മാതൃഭാഷ. അപ്പം നമുക്ക് അവരുടെ ഭാഷ അറിഞ്ഞുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് നമ്മുടെ ഭാഷയിലൊക്കെ സംസാരിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഭാഷയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും ആദ്യം നമ്മൾ ആംഗ്യങ്ങളിലൂടെ, പിന്നെ ശബ്ദങ്ങളിലൂടെ, പിന്നെ നമുക്ക് അറിയാവുന്ന ഭാഷകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ സംസാരിച്ചാണ് ഈ ലോകം ഇത്രയും വികസിച്ചത്. ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ലോകത്ത് സംസാരിക്കാതിരുന്നാൽ എങ്ങനെ ആവും? ഡെവലപ്മെൻറ്റുകളുണ്ടാവും, ഇത്രയും വികസനങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനുഷ്യർ കുറച്ച് സമയമുള്ളൂ ഈ ആയുസ്സെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഈ കിട്ടിയ ജീവിതം നമ്മൾ ഭംഗിയായിട്ട് ആസ്വദിക്കണം. സൗഹൃദങ്ങളുണ്ടാവണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സൗഹൃദങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ മറ്റുള്ളവരിലോട്ട് നമുക്ക് പകർന്നു കൊടുക്കാം, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പരസ്പരം സഹകരണത്തിലൂടെ ബന്ധപ്പെട്ട് ആൾക്കാരുമായി പരിചയപ്പെട്ട് ലോകത്ത് ജീവിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ളതാണ്. ദുഃഖങ്ങളില്ലാതെ, സങ്കടങ്ങളില്ലാതെ, സന്തോഷത്തോടെ എപ്പോഴും നമുക്ക് കഴിയാൻ പറ്റും. നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുണ്ടാകാതെ ഇങ്ങനെ ഇരുന്നാലേ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തില്ലെങ്കിൽ നമ്മളൊരു പരിചയക്കാരൻ ഇങ്ങനെ സംസാരിച്ചാൽ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ കാണും. അപ്പോൾ
അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ ഞാൻ ധരിക്കുന്നതാണ് ഏറ്റവും ശരി എന്ന് ധരിക്കാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിന് ഒരു വല്ലാത്ത ആശ്വാസം തോന്നും. അതിനാണ് നമുക്ക് ഈ ഭാഷകളൊക്കെ തന്നിരിക്കുന്നത്, സംസാരിക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും സൗഹൃദമായിട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോകണം. ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യണം, ആസ്വദിച്ച് തന്നെ പോകണം. അപ്പോൾ അതാ വരുന്നു വിളിക്കുന്നു. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും മറ്റേ മണിയുണ്ടല്ലേ അതൊന്ന് അടിക്കുകയൊക്കെ ചെയ്ത സന്തോഷമായി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.